ഹൗ യു സർവൈവ് ഡിവോഴ്സ്. ഈ ഇടയ്ക്ക് ആസ്മി ക്വസ്റ്റ്യൻ പോസ്റ്റ് ഇട്ടപ്പോഴത്തേനും എനിക്ക് വന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഡിവോഴ്സ് ആയതിൻ്റെ ജസ്റ്റ് ഒരു റീൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്തു എന്നാണല്ലോ ചോദിച്ചിട്ടുള്ളത്. 19ാമത്തെ വയസ്സിലായിരുന്നു ഫസ്റ്റ് മാരേജ് എന്ന് പറയുന്നത്. പിന്നെ കോളേജിൽ തേർഡ് ഇയർ പഠിക്കുമ്പോഴായിരുന്നല്ലോ ഫസ്റ്റ് മാരേജ്. അപ്പോൾ ആ ടൈമിൽ കോളേജിൽ പോകുന്നു വരുന്നു അങ്ങനെയുള്ള കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ആ ഒരു ടൈമിലൊന്നും എൻ്റെ എക്സ് ഹസ്ബൻഡിനെ കളയണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മൈൻഡിലോട്ട് ഒരിക്കൽ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആ ഒരു തോന്നിയത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറൊരു കോഴ്സിന് വിടാതെ ഒരു വർഷത്തോളം വീട്ടിലിരുത്തി. ആ ഒരു ടൈമിൽ ഞാൻ ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വായിച്ചൊരു ബുക്കാണ് ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക്. അതിനെക്കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ബുക്കിനെ കുറിച്ചിട്ട് മിക്കവർക്കും അറിയാം. നമുക്കിടയിൽ കുഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിലും ആൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൂടുതൽ തരുന്ന ആളൊക്കെ ആണെങ്കിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ലൈഫ് കളയണം. പക്ഷേ ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ലൈഫുമായിട്ട്. അതെ, ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാതെ എനിക്ക് ജീവിച്ചു. പക്ഷെ എന്നും ഇങ്ങനെ കിടന്നാൽ മതിയോ? കയ്യിലുള്ളതെല്ലാം വിട്ടിട്ട് ഒരു നിധി അന്വേഷിച്ചു പോകുന്ന കഥയാണല്ലോ ആൽക്കമിസ്റ്റിലെ കഥ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിപ്പോൾ ഉള്ളത് കംഫോർട്ട് സോൺ ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ എന്തൊക്കെയോ ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ ഇതൊരു കംഫോർട്ട് സോൺ ആണ്, കഷ്ടപ്പെടണ്ട. ഇപ്പം ഞാനിത് ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഒരുപാട് സ്ട്രഗിളിലോട്ട് പോവും. പിന്നെ തുടർന്ന് പഠിക്കുക, ജോബ് മേടിക്കുക, ജോബ് ചെയ്ത് ഏൺ ചെയ്ത് സ്വന്തമായി കാര്യങ്ങൾ നോക്കുക, ഇതൊക്കെ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ ഒരു പൊട്ടക്കണത്തിലെ തവളയായിട്ട് ഈ ഒരു ലോകത്തിൽ മാത്രം ഒതുങ്ങി കൂടാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യം ആളോട് പറഞ്ഞു എനിക്കിതുപോലെ വേണ്ട ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന്. പക്ഷെ ആൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടായിരുന്നില്ല. അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായപ്പോഴത്തേനും ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആ റിലേഷനിൽ നിന്ന് എങ്ങനെയോ പുറത്തു വന്നു കേട്ടോ. അപ്പോഴെല്ലാം ശരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു നോവലാണ്. കാര്യം എന്തായാലും സ്ട്രഗിൾ ഉണ്ടാവും. നിധി തേടി പോകുമ്പോഴത്തേനും ആ പോകുന്ന വഴികളൊന്നും അത്ര അടിപൊളി വഴികളൊന്നും ആയിരിക്കില്ലല്ലോ. ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ വഴികളിലെല്ലാം ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു ഈ വഴികളൊക്കെ. പക്ഷെ ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് എൻ്റെ ഇപ്പോഴത്തെ ലൈഫ്, ഇതെനിക്ക് നിധി തന്നെയാണ്. എൻ്റെ ഈ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈല്, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊന്നും ആ ഒരു ലൈഫിൽ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കഴിയത്തില്ലായിരുന്നു ചെയ്യാൻ വേണ്ടി. 2015 കേട്ടോ എൻ്റെ ഫസ്റ്റ് മാരേജ്. 2021 ഞാൻ എൻ്റെ സെക്കൻഡ് മാരേജ് ചെയ്തു. ഞാൻ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം തന്നെ എൻ്റെ ഈ ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റൈൽ ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ലൈഫിലോട്ടുള്ള വരവ് ഭയങ്കര ദുർഘടം തന്നെ ആയിരുന്നു. ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റൊരു കാര്യം ചിന്തിച്ചാൽ മതി. ഞാൻ എപ്പോഴും മൈൻഡിൽ വിചാരിച്ചാണ് ഇത് എൻ്റെ ഒരു ഇറക്കമാണ്, പക്ഷെ എനിക്ക് ഇനിയൊരു കയറ്റുണ്ട്. ആ ഒരു ചിന്തയിലാണ് കേട്ടോ ഞാൻ മുന്നോട്ട് പോയത്.